ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരെ നടക്കുന്ന ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി സംയുക്ത ട്രേഡ് യൂണിയൻ സമിതി ആദായനികുതി ഓഫീസ് മാർച്ച് നടത്തി. CITU നേതാവ് PK മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. വിവിധ തൊഴിലാളി സംഘടനാ നേതാക്കളും തൊഴിലാളികളും പ്രതിഷേധത്തിൽ അണിനിരന്നു. കർഷകർക്ക് ഉൽപാദന ചെലവിന്റെ 2 മടങ്ങും അതിന്റെ 50% ചേർത്ത് വില നിശ്ചയിച്ച് കർഷകരെ സംരക്ഷിക്കുക, കർഷക സമരത്തെ ചോരയിൽ മുക്കി അടിച്ചമർത്താൻ ശ്രമിച്ച മന്ത്രി അജയ് മിശ്ര തേനിയെ പിരിച്ചുവിടുകയും കേസെടുക്കുകയും ചെയ്യുക, കാർഷിക കടങ്ങൾ എഴുതിത്തള്ളുക, എല്ലാ വിഭാഗം താഴെത്തട്ടിലുമുള്ള തൊഴിലാളികൾക്കും മിനിമം കൂലി മാസം 26,000 പ്രഖ്യാപിക്കുക, തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ പിൻവലിക്കുക, ഏകപക്ഷീയമായ ക്രിമിനൽ നിയമ ഭേദഗതി പിൻവലിക്കുക, തൊഴിലവകാശം മൗലികാവകാശമാക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സംയുക്ത ട്രേഡ് യൂണിയൻ സമിതിയുടെ നേതൃത്വത്തിൽ ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി കോഴിക്കോട് ആദായനികുതി ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. പ്രതിഷേധ പരിപാടി PK മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. കോർപ്പറേറ്റ് മുതലാളിമാരുടെ താല്പര്യത്തിന് വേണ്ടി പിന്നാപ്പുറത്തെ വഴിയിലൂടെ ഒരു നിയമം കൊണ്ടുവന്ന് പാർലമെന്റിലെ ഭൂരിപക്ഷം ഉപയോഗിച്ച് കോടിക്കണക്കിന് പണിയെടുത്താൽ മാത്രം ജീവിക്കാൻ കഴിയുന്ന പാവപ്പെട്ടവനെ തെരുവിലേക്ക് വലിച്ചെറിഞ്ഞ് സംരക്ഷണം ഒഴിവാക്കി ആ തൊഴിൽ നിയമങ്ങളില്ലാത്ത ലോകത്തിലെ ഒരേ ഒരു രാജ്യം ഒരുപക്ഷെ ഇന്ത്യ ആയിരിക്കും. എത്ര അപമാനകരമാണിത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. തൊഴിലാളിക്ക് വേണ്ടി ഒരു നിയമമില്ല. തൊഴിലാളി എന്നൊരു പദം BJP ഗവൺമെന്റിന്റെ പക്കലില്ല. BJPയുടെ നയപ്രഖ്യാപന പ്രസംഗങ്ങളിൽ, BJPയുടെ ഗവൺമെന്റ് അവതരിപ്പിക്കുന്ന ബഡ്ജറ്റുകളിൽ ഒരിക്കലും തൊഴിലാളി എന്നൊരു വാക്ക് കടന്നു വരാറില്ല. K. രാജീവ് അധ്യക്ഷനായിരുന്നു. AITUC പ്രതിനിധി PK നാസർ, HMS പ്രതിനിധി RM ഗോപാലൻ, STU പ്രതിനിധി NKC ബഷീർ, CITU നേതാവ് മാമ്പറ്റ ശ്രീധരൻ, CNLC നേതാവ് MV രാജേന്ദ്രൻ, SCWA പ്രതിനിധി OK സത്യ, JLU പ്രതിനിധി KP സനൽകുമാർ, AIUTUC പ്രതിനിധി ശ്രീകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ തൊഴിലാളി സംഘടനാ നേതാക്കളായ ബഷീർ പാണ്ടികശാല, C. രാജീവൻ, മൊയ്തീൻ കുട്ടി, T. ദാസൻ, PK സന്തോഷ് തുടങ്ങിയവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് കോർപ്പറേഷൻ പ്രഖ്യാപിച്ച 1238.6